പിണറായി ഉണ്ണിത്താൻ പോരും മുറുകുന്നു. ഒരറ്റത്ത് എംപിമാരുടെ മീറ്റിംഗിനിടെ എയിംസ് വിഷയത്തിൽ പരസ്പരം ചൊറിഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താനും പിണറായി വിജയനും തമ്മിലുള്ള പോര് മുറുകുകയാണ്. എയിംസ് വേണ്ടത് കോഴിക്കോട്ടല്ല കാസർഗോഡാണെന്ന ഉണ്ണിത്താന്റെ വാദമാണ് വിജയനെ ചൊടിപ്പിച്ചത്. കേന്ദ്രത്തിന് നൽകാനുള്ള NOC ഉണ്ണിത്താന്റെ കൈവശം തന്നുവിട്ടാൽ മതിയോ എന്ന് വിജയന്റെ പരിഹാസത്തോടെ പ്രശ്നം രൂക്ഷമായി. കഴിഞ്ഞ 2-3 കൊല്ലമായി കാസർഗോട്ട് ആൾക്കാരെ കൂട്ടി എയിംസിനായി സമരം ചെയ്ത ഉണ്ണിത്താന്റെ പരിപ്പ് വിജയന്റെ കലത്തിൽ വേവുന്നില്ല എന്നതാണ് സത്യം. കേരളത്തിൽ എയിംസ് വേണമെന്ന ആവശ്യം ശക്തമായിട്ട് കുറേ വർഷങ്ങളായി. പിണറായി വിജയന്റെ ഭരണം തുടങ്ങും മുമ്പ് തന്നെ കേരളത്തിൽ എയിംസിനു വേണ്ടി സ്ഥലം കണ്ടെത്തൽ നടന്നിരുന്നു. അന്ന് കേരള സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള സ്ഥലം തിരുവനന്തപുരമായിരുന്നു. എന്നാൽ പിണറായി വന്നതോടെ താൽപര്യങ്ങൾ മാറി. പരിഗണനാ പട്ടികയിൽ കോഴിക്കോട് മാത്രമായി. നടന്നത് എന്ത് മറിമായമെന്ന് ആർക്കും അറിയില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനോടെ എയിംസ് വിഷയം കൊഴുത്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ചവർ എയിംസ് തങ്ങളുടെ മണ്ഡലത്തിൽ കൊണ്ടുവരുമെന്ന് പ്രകടന പത്രികയിൽ തട്ടിവിട്ടു. ജയിച്ചവരും തോറ്റവരും എല്ലാം എയിംസ് കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എവിടെയെന്ന് മാത്രം ആർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല, വിജയനൊഴികെ. വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിൻപന്തിയിൽ നിൽക്കുന്ന കാസർഗോഡിനും എയിംസ് വരാൻ ഏറ്റവും സൗകര്യമുള്ള തിരുവനന്തപുരത്തിനുമില്ലാത്ത എന്ത് മേന്മയാണ് കോഴിക്കോട്ടെ കിനാലൂരിനുള്ളത് എന്ന ചോദ്യം ബാക്കി. പിണറായി വിജയന്റെ ഭരണം വന്നതോടെ വികസനത്തിൽ പൂർണ്ണമായും അവഗണിക്കപ്പെട്ട തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകൾക്കും വികസനം ഇതേവരെ എത്തിനോക്കാത്ത കാസർഗോഡ് പോലെയുള്ള ജില്ലകൾക്കും കൊച്ചി മലബാർ മേഖലയിൽ മാത്രമായി വികസനം ചുരുങ്ങുന്നതിലുള്ള മുറിമുറുപ്പിന്റെ ഫലമാണ് ഈ തമ്മിലടി. എയിംസ് കിനാനൂരിൽ തന്നെ എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു തന്നെ ആരോഗ്യമന്ത്രി വീണ പറഞ്ഞതോടെ സ്കോർ ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ പ്രത്യേക പാഠവുമുള്ള വീണ ജോർജ് അടങ്ങുന്ന പിണറായി സഭയാണ്. മത്സരിച്ച എല്ലാ തവണയും എയിംസ് അടക്കം നിരവധി പദ്ധതികൾ വാഗ്ദാനം ചെയ്ത ബാഴ്സലോണയിലെ MP ശ്രീ ശശി കിട്ടിയ തക്കത്തിന് ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നോളം പോസ്റ്റിട്ട് കൈകഴുകി. കിനാലൂരിൽ എയിംസ് കൊണ്ടുവരാൻ പിണറായും പിണിയാളുകളും പ്രത്യേക താൽപര്യമെടുത്തത് കണ്ണൂരിൽ സ്ഥലം കിട്ടാത്തത് കൊണ്ടല്ല, കോഴിക്കോടിന് പ്രത്യേക താൽപര്യം ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പാണന്മാർ പാടി നടക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരല്ല, മറിച്ച് ഭരണം ഉദ്യോഗസ്ഥ വൃന്ദമാണെന്നും അവരുടെ താൽപര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ എന്നും വേറെയും ഒരു ശ്രുതിയുണ്ട്. ആര് നേടി ആർക്കു കിട്ടി എന്നൊക്കെ കണ്ടറിയാം, എന്തരോ വരട്ടെ.